ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 3, ശ്ലോകം 2. 100 ദിവസം ഭജിക്കാൻ ഒരുങ്ങി വന്ന തനിക്ക്, അതായത് മേപ്പത്തൂരിന്, രോഗം മൂർച്ഛിച്ച് ഭജനം തുടരുവാൻ സാധിക്കാത്ത നിലയാണുള്ളതെന്നും തൻ്റെ പേരിൽ കാരുണ്യമുണ്ടാകണമെന്നും കവി സങ്കടത്തോടുകൂടി അറിയിക്കുന്നു. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസപരേപ്യനാസക്തം ചിത്തം ഭവതി പദ വിഷ്ണോ കുരുദയാം ഭവത്പാദാംബോജസ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. ഗതക്ലിഷ്ടം കഷ്ടം ചിത്തം. രോഗങ്ങൾ ക്ലേശിപ്പിച്ച് വേദന അനുഭവിക്കുന്ന മനസ്സ്. പാട് വാതരോഗം കൊണ്ട് അത്രയും ബുദ്ധിമുട്ടായിരുന്നു. തവ ചരണ സേവാര സബരേ അഭി. നിന്തിരുവടിയുടെ തൃക്കാൽ ഭജിച്ച് പരമാനന്ദം അനുഭവിക്കാൻ പോലും അനാസക്തം ഭവതി ബദ. ആസക്തി ഇല്ലാത്തതായി തീരുന്നു. കഷ്ടം. വിഷ്ണു ദയാം കുരു. സർവാന്തര്യാമിയായ ഭഗവാനെ കരുണ ചെയ്യണേ. അഹം ഭഗവത് പാദാംബോജസ്മരണ രസിക. ഞാൻ നിന്തിരുവടിയുടെ പാദാരവിന്ദങ്ങളെ ധ്യാനിച്ച് രസിച്ചുകൊണ്ടും നാമനിവഹാൻ ഗായം ഗായം, തിരുനാമങ്ങളെ ഇടവിടാതെ പാടിക്കൊണ്ടും കുഹജന വിജനെ വിവത്സ്യാമി. ആരുമില്ലാത്ത വല്ല സ്ഥലത്തും പോയിരിക്കണമോ. രോഗം നിശേഷം മാറി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മറ്റു ഭക്തന്മാരെ പോലെ പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്ത് ഭജിക്കാൻ തനിക്ക് സാധിക്കണം. അതിന് അവിടുന്ന് കനിയണമെന്നാണ് പൂർവാർദ്ധത്തിലെ പ്രാർത്ഥന. അതിന് സാധിക്കാതെ ഭജനം വേണ്ടെന്ന് വെച്ച് 100 ദിവസം ഭജനത്തിന് വന്നാണ്. പോകേണ്ടി വന്നാലും താൻ ഭഗവത് പാദാരവിന്ദങ്ങളെ സ്മരിച്ച് നാമം ചൊല്ലിയും തന്നെ കാലം കഴിച്ചു കൂട്ടുമെന്ന് ഉത്തരാർദ്ധത്തിൽ പറയുന്നു. അങ്ങനെ പോകേണ്ടി വരുന്നതിലുള്ള സങ്കടം, വല്ല ദിക്കിലും പോയിരിക്കണമോ, സങ്കടമാണത്. ഈ 100 ദിവസം ഭജനം പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ എന്ന ചോദ്യം സൂചിപ്പിക്കുന്നു. ഈ ശ്ലോകത്തിലെ ചരണസേവ ക്ഷേത്ര ഭജനമാണ്. വിവത്സ്യാമി എന്നും പാഠമുണ്ട്. വസിക്കാൻ ഇച്ഛിക്കുന്നു എന്നാണ് അതിനർത്ഥം. രോഗക്ലേശം കൊണ്ട് ഇവിടം വിട്ട് മറ്റെവിടെയെങ്കിലും ചെന്നിരിക്കാൻ പോലും തോന്നിപ്പോകുന്നു എന്ന് താല്പര്യം. നാരായണീയത്തിൽ കവി തൻ്റെ രോഗക്ലേശങ്ങളെപ്പറ്റി ആദ്യമായി പറയുന്നത് ഈ ശ്ലോകത്തിലാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.